ശശി തരൂരുമായി രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ച തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാകുന്നത്. കൂടിക്കാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അരമണിക്കൂറിലധികം കൂടിക്കാഴ്ച നീണ്ടു. പിന്നാലെ മാധ്യമങ്ങളെ കാണാതെയാണ് ശശി തരൂർ മടങ്ങിയത്. സിബി ജോസഫ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സിബിയോട് തന്നെ ചോദിക്കാമല്ലേ. സിബി, ഹൈക്കമാൻഡ് പരസ്യ ശാസ്ത്ര പ്രസ്താവനകളൊന്നും വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് മുൻപ് എത്തിയിരുന്നു. പക്ഷേ എത്രമാത്രം ഗൗരവത്തോടെ ഈ വിഷയം അവർ പരിഗണിക്കുന്നു എന്നതിന്റെ സൂചനയായി ഈ കൂടിക്കാഴ്ച മാറുന്നുണ്ടല്ലേ. എങ്ങനെയാണ് സിബി കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ മനസ്സിലാകുന്നത്? അസിത, അന്ന എന്തായാലും ഈ ഒരു ശശി തരൂർ വിഷയം വളരെ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ ദില്ലിയിൽ എന്ന് പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലാണ്. ഇവിടെ ഇപ്പോൾ ഉള്ളത് രാഹുൽ ഗാന്ധിയും കെ.സി. വേണുഗോപാലും പിന്നീട് അതുകൂടാതെ മല്ലികാർജ്ജുൻ ഖർഗെയുമാണ്. അല്പസമയം മുമ്പ് ശശി തരൂർ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇവിടുന്ന് മടങ്ങിയിട്ടുണ്ട്. എന്തായാലും ആദ്യം ഈ സോണിയാഗാന്ധിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. സോണിയാഗാന്ധിയുടെ 10 ജൻപത്തിലെ വസതിയിൽ രാഹുൽ ഗാന്ധി ശശി തരൂരും ഏകദേശം 40 മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ആണ് പിന്നീട് രാഹുൽ ഗാന്ധിയും ഒത്ത് ശശി തരൂർ ഞാനിപ്പോൾ നിൽക്കുന്ന മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലേക്ക് എത്തിയത്. ഈ വസതിയിലെത്തിയ ശേഷം പിന്നീട് മല്ലികാർജ്ജുൻ ഖർഗെയും കെ.സി. വേണുഗോപാലും ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ പിന്നീട് ശശി തരൂർ തൻ്റെ നിലപാട് ഇവിടെ അറിയിക്കുകയും ഏകദേശം ഒരു 10 മിനിറ്റ് മാത്രമായിരുന്നു ഈ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലൊരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. പിന്നീട് ശശി തരൂർ തൻ്റെ നിലപാട് വ്യക്തമാക്കിയ ശേഷം മടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച ഏകദേശം 40 മിനിറ്റോളം സോണിയാഗാന്ധിയുടെ വസതിയിലും പിന്നീട് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖർഗെയുമായുള്ള കൂടിക്കാഴ്ച ശേഷം 10 മിനിറ്റോളം ഈ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലും നടത്തിയ ശേഷം തരൂർ ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കെ.സി. വേണുഗോപാലും മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയം വളരെ ഗൗരവമായി തന്നെ ഈ ഹൈക്കമാൻഡ് അടുത്ത മണിക്കൂറുകളിൽ ഉടൻ എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഈ ഹൈക്കമാൻഡുമായിട്ടുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ തരൂരിനുണ്ട്. അതേപോലെ തന്നെ പ്രവർത്തക സമിതി അംഗമായിരിക്കെ തന്നെ KPCC-യുടെ അവഗണന തരൂരിന്റെ മനസ്സിലുണ്ട്. അതിലൊക്കെയുള്ള ഒരു പ്രതിഷേധം തരൂർ സ്വാഭാവികമായും അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ സമയത്ത് ഒരു അനുനയ നീക്കമായിരിക്കുമല്ലോ ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുക. അതിന് പരം ഒരു നടപടിയിലേക്കോ മറ്റു വിമർശനങ്ങളിലേക്കോ കടക്കാനുള്ള സാധ്യത തീരെ കുറവാണല്ലോ. അന്ന തീർച്ചയായും ഒരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത തീരെ കുറവാണ്. മാത്രമല്ല ശശി തരൂരിനെ സംബന്ധിച്ച് ഇതൊരു ഈ ഹൈക്കമാൻഡുമായി രാഹുൽ ഗാന്ധിയുമായിട്ടെല്ലാം തന്നെ കൂടിക്കാഴ്ച ശശി തരൂർ നടത്തിയിട്ട് ഏകദേശം 2.5 വർഷക്കാലം അധികമായി എന്ന് പറയാം. അപ്പോൾ ശശി തരൂരിന് കൃത്യമായി സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രതിസന്ധിയും മാത്രമല്ല തനിക്കൊരു പ്രവർത്തക സമിതി അംഗം നിലയിൽ കേരളത്തിലും ദേശീയ തലത്തിലും ഒരു അംഗീകാരം ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. ഇതെല്ലാം തന്നെയും കൃത്യമായി നേരിട്ട് പറയാനുള്ളൊരു വേദി കൂടി ശശി തരൂരിന് ഇവിടെ ഒരുങ്ങി എന്ന് നമുക്കും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ശശി തരൂർ അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് രാഹുൽ ഗാന്ധിയെ കണ്ടുകൊണ്ട് സംസാരിച്ചതും. കൂടാതെ ഈ ഒരു വിഷയം വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടാൽ അത് തങ്ങൾക്ക് വീണ്ടും ദോഷമാകുമെന്നല്ല തന്നെയും കൃത്യമായി ഹൈക്കമാൻഡ് നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ചർച്ചകൾ ചെയ്യേണ്ട എന്നൊരു നിലപാടിലേക്കാണ് സംസ്ഥാന നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നൽകിയ ഒരു വിശദീകരണം എന്നുള്ളത്. മാത്രമല്ല കെ.സി. വേണുഗോപാൽ അടക്കമെല്ലാം തന്നെയും വ്യക്തമാക്കിയതും ഈ ഒരു വിഷയത്തിൽ അതൃപ്തിയുണ്ട്. പക്ഷേ ഇത് കൂടുതൽ ചർച്ചകൾക്ക് വിധിയാക്കേണ്ട എന്നൊരു നിലപാട് തന്നെയാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ശശി തരൂരിനെ അനുനയിപ്പിക്കുക എന്നുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. അതേസമയം തന്നെ ശശി തരൂർ ഇതിനെ തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, ആ പറയാനുള്ള ഒരു വേദിയായി കൂടി ശശി തരൂർ ഈ ഒരു നിമിഷങ്ങളെ കാണുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. അതുകൊണ്ട് തന്നെ കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച 40 മിനിറ്റ് വന്നു എന്ന് കരുതണോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ നിലപാട് ആവർത്തിക്കുന്ന തരൂരിനെ നമ്മൾ കണ്ടിരുന്നു. കണക്കുകൾ മറ്റൊന്ന് തന്നാൽ തിരുത്താൻ തയ്യാറാണെന്ന് പറയുന്ന തരൂരിനെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്കൊക്കെ മുൻപും ശേഷവും മാധ്യമങ്ങളോട് സംസാരിക്കാൻ തരൂർ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൂടി ഉണ്ട്. അപ്പോൾ പാർട്ടി റാലിയിലേക്ക് കുറച്ചെങ്കിലും തരൂർ വരാൻ നിർബന്ധിതനായിട്ടുണ്ട് എന്ന് കാണണോ? ഇതിൽ പാർട്ടി ലൈനിലേക്ക് തരൂർ വരണമെന്നുള്ള ആവശ്യമാണ് കെ.സി. വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ നമുക്കറിയാം മുൻകാലത്ത് അനുഭവം വെച്ച് നോക്കുമ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ച് ശശി തരൂർ പറഞ്ഞത് തനിക്ക് വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ LDF സർക്കാരിൻ്റെ വികസനം ചൂണ്ടിക്കാട്ടിയത്. മുൻപ് കേരളയിലടക്കമുള്ള കാര്യങ്ങളെല്ലാം നിലയും ഇതേ നിലപാട് ശശി തരൂർ പറയുകയും അദ്ദേഹം അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല. സ്വാഭാവികമായും ശശി തരൂർ ആ നിലപാടിൽ നിന്ന് മാറാനുള്ള സാഹചര്യം ഒരു സാധ്യതയില്ല. മറിച്ച് ഇനി ഒരു പ്രശ്നമുണ്ടാകാതെ ഇനി ഈ ഒരു പ്രശ്നത്തിൽ വീണ്ടും
വഷളാകുന്ന രീതിയിലുള്ളൊരു പ്രതികരണത്തിലേക്ക് പോകേണ്ട എന്നത് ഒരു കാര്യം ഹൈക്കമാൻഡ് സ്വാഭാവികമായും ശശി തരൂരുമായി സംസാരിച്ചിരിക്കണം. ഇതിലൊരു അനുനയ ശ്രമം തന്നെ എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. അല്ലാതെ മറ്റൊരു നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത തീരെയില്ല. പ്രത്യേകിച്ച് ഒരു സർക്കാരിൻ്റെ വികസന നേട്ടം വേണ്ടി പറയുമ്പോൾ അതിനെതിരെ ഒരു ദേശീയ നേതാവായ അല്ലെങ്കിൽ ലോകോത്തര നേതാവായ ശശി തരൂരിനെതിരെ നടപടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യത്തിൽ സംശയമില്ല. അത് പ്രത്യേകിച്ച് കോൺഗ്രസ് സംബന്ധിച്ച് വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ പരമാവധി അനുനയിപ്പിക്കുക എന്നുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുള്ളത്. എന്തായാലും ഹൈക്കമാൻഡിനും ഈ കാര്യത്തിൽ വളരെ വലിയ അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം തന്നെ LDF സർക്കാരിനെ പ്രകീർത്തിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഒരു ലേഖനം എഴുതുമ്പോൾ സ്വാഭാവികമായും അത് ഹൈക്കമാൻഡ് അതൃപ്തിയുണ്ട്. പക്ഷേ നടപടിയെടുക്കാൻ കഴിയാത്ത രീതിയിൽ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ്. അതേസമയം തന്നെ ശശി തരൂരിനെ സംബന്ധിച്ച് ശശി തരൂരിനെ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ മാറ്റി നിർത്തുന്നില്ല എന്നുള്ള ഒരു നിലപാട് ശശി തരൂരിനുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ നേരിട്ട് സംസാരിക്കാനുള്ള ഒരു വേദിയായി കൂടി ശശി തരൂർ ഇതിനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന ശരി സിബി. അന്ന, എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിബി പറഞ്ഞതുപോലെ ഈ വിഷയങ്ങൾ മാധ്യമങ്ങളോട് തരൂർ സംസാരിക്കാതിരിക്കുക എന്നൊരു അജണ്ട കോൺഗ്രസിനെ UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ പ്രധാനമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ആവർത്തിക്കുന്ന തരൂർ ഈ കണക്കുകളിൽ പോലും കോൺഗ്രസ് നേതൃത്വത്തെ പൂർണ്ണമായും തള്ളുകയാണ്. അപ്പോൾ വീണ്ടും മാധ്യമങ്ങളോട് ഇത് പറഞ്ഞാൽ കോൺഗ്രസിനുണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി ചെറുതല്ല. അപ്പോൾ അതിൽ താൽക്കാലികമായെങ്കിലും ഒരു വെടിനിർത്തൽ, അതും ഒരു പക്ഷേ ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമായിരിക്കാം.